ശ്രീ കേണൽ ഡിന്നി, ഇവിടെ ഈ ശ്രീ ടി പി ശ്രീനിവാസൻ പറഞ്ഞതുപോലെ ഭീകരവാദവുമായി ബന്ധപ്പെട്ട് വലിയ പോരാട്ടങ്ങൾ നടത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ വലിയ നയതന്ത്ര വിജയമാണ് ഈ തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. 2012 മുതൽ തുടങ്ങിയ ഒരു ഓപ്പറേഷനാണ്, ശ്രമങ്ങളാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കൊടും ഭീകരനെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് ഒരു വലിയ വിജയമായി തന്നെ യാതൊരു സംശയവുമില്ല, സംശയലേശമന്യെ കണക്കാക്കാം. ഇന്ത്യയുടെ വലിയ വിജയമാണ്. നമുക്കറിയാം, പല വിഷയങ്ങളിലും ട്രംപ് നമ്മളോട് കലഹിക്കുമ്പോഴും ലോകരാജ്യങ്ങളോട് കലഹിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഭീകരവാദത്തോട് ഇന്ത്യയുടെ സമീപനത്തോടും ഒക്കെ വിട്ടുവീഴ്ചയില്ല. ഈ പറഞ്ഞ ഇന്ത്യയുടെ സമീപനത്തോട് യോജിക്കുന്ന ഒരു പശ്ചാത്തലം ഒരുക്കുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചന കൂടി ആയി കാണാമല്ലോ ഇതിനെ. തീർച്ചയായിട്ടും നമുക്കിത് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലൊരു ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു ടെററിസ്റ്റ് ഇതിന് മുൻപ് ഭാരതത്തിലേക്ക് എക്സ്ട്രഡിറ്റ് ചെയ്തിട്ടുള്ള അറിവ് എനിക്കില്ല. ചില ടെററിസ്റ്റ് ഓഫ് കോഴ്സ് സൗദി അറേബ്യയിൽ നിന്നും മറ്റും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ 26/11 പോലെ ഇത്രയും ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു ടെററിസ്റ്റ്, പ്രത്യേകിച്ച് നമുക്കറിയാം 164 പേരെ വധിച്ച് ആ ഒരു വധിച്ചവരിൽ 10 പേര് ഇന്നില്ല. പക്ഷെ അതിന്റെ മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ള ആളുകളെ ഇതുവരെ നമുക്ക് നമ്മുടെ നീതി വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ കൊണ്ടുവരികയും അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയൊരു വിജയം തന്നെയാണ്. പക്ഷെ അതുപോലെ വേറൊരു കാര്യം, ഈ ഒരു തീരുമാനം, അതായത് തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് വിട്ടു കൊടുക്കണം എന്നുള്ളത്, അത് പ്യൂർലി ഒരു പൊളിറ്റിക്കൽ തീരുമാനമാണ്. അത് രാഷ്ട്രീയ തീരുമാനമാണ് യുഎസിന്റെ, പ്രത്യേകിച്ച് യുഎസിന്റെ ഡൊണാൾഡ് ട്രംപിന്റെ. കാരണം അവിടുത്തെ സുപ്രീം കോടതി അല്ല മറ്റു പല കോടതികളും ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ തന്നെ അവിടുത്തെ പ്രസിഡന്റിന് പവർ ഉണ്ട്, അത് വേണ്ട, അത് നമ്മൾ അയക്കുന്നില്ല. അതിന് മുൻപ് നമ്മൾ പല പ്രാവശ്യം വേറെ പല കേസുകളിലൊക്കെ ഇതുപോലത്തെ പൊളിറ്റിക്കൽ ഡിസിഷൻ അവർക്ക് ഇന്ത്യയിലോട്ട് അയക്കാൻ താല്പര്യമില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. പ്രത്യേകിച്ച് നമുക്ക് കാനഡയിലൊക്കെ ഉള്ള ധാരാളം കേസുകൾ നമുക്കുണ്ട്. കാനഡയിൽ ഭാരതത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുടെ റിപ്പോർട്ടൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നും അങ്ങനെ ഒരു സമീപനം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അവിടാണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ള പ്രസിഡന്റിന്റെ കൃത്യമായിട്ടുള്ള ഇച്ഛാശക്തി അല്ലെങ്കിൽ രാഷ്ട്രീയ ഇച്ഛാശക്തി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ തഹാവൂർ റാണ വരുന്നത്. അവിടെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം 2008 ഈ ഒരു സംഭവം നടക്കുന്നത്. 2009 തഹാവൂർ റാണയും ഡേവിഡ് ഹെഡ്ലിയും പിടിക്കുന്നത്. 2013 നമ്മൾ ആദ്യമായിട്ട് എക്സ്ട്രഡിഷന് വേണ്ടി ഒരു കേസ് നമ്മൾ ഫോർവേഡ് ചെയ്തത്. ആൻഡ് ഇപ്പം വന്നിട്ട് ഇപ്പൊ 2025 ആയപ്പോഴാണ് ഫൈനലി നമുക്ക് തഹാവൂർ റാണയെ നമ്മൾ ഭാരതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇതൊരു കൺവേർജൻസ് ഓഫ് പൊളിറ്റിക്കൽ വിൽ, അതായത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പ്രൈം മിനിസ്റ്റർ മോദിയും ഡൊണാൾഡ് ട്രംപിന്റെ യുഎസിന്റെ ഭാഗത്ത് നിന്ന് ഡൊണാൾഡ് ട്രംപിന്റെയും രണ്ടുപേരുടെയും ഒരു പൊളിറ്റിക്കൽ വിൽ, അതായത് ഇങ്ങനെ ഒരു തീരുമാനം ഒരു വ്യക്തി, പ്രത്യേകിച്ച് കാനഡിയൻ ഒറിജിൻ, പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്ന് വന്ന് കാനഡയിൽ അങ്ങനെ ഒരു വ്യക്തിയെ ഇന്ത്യയിലേക്ക് കൈമാറുന്നു എന്ന് പറയുമ്പോൾ അത് എനിക്ക് തോന്നുന്നു ശ്രീനിവാസൻ സാറൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ള അംബാസിഡേഴ്സ് ആണ്, ഡിപ്ലോമാറ്റ്സ് ആണ്. അവരുടെയൊക്കെ നമുക്ക് മുൻപ് കാലങ്ങളിൽ നമ്മളുടെ അടുത്ത് സമീപനം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. അത് ഭാരതത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് സുരക്ഷ കിട്ടുമോ, അല്ലെങ്കിൽ ഭാരതത്തിന്റെ നീതി വ്യവസ്ഥയെ കുറിച്ച് അവർക്ക് വലിയ ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഭാരതം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമുണ്ട്, അതായത് ഈ ടെറർ എന്ന് പറയുന്നത് അതിനകത്ത് ഒരു കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു ലോകരാജ്യങ്ങൾ ഇന്ന് അംഗീകരിക്കുന്നു. അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം തന്നെയാണ് 26/11 ഈ ഒരു മുംബൈയിലെ ഇത്രയും വലിയൊരു ഭീകരവാദം നടത്തിയിട്ട് അതിന്റെ ഒരു ടെററിസ്റ്റിനെ യുഎസിനെ പോലുള്ള ഒരു സ്റ്റേറ്റ്, ഒരു കൺട്രി ഇന്ന് ഭാരതത്തിലേക്ക് എക്സ്ട്രഡിറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു വരുന്ന ദിവസങ്ങളിൽ അത് മറ്റു രാജ്യങ്ങൾക്കും ഒരു ബീക്കൺ ഓഫ് ഇതാണ്. അതായത് ഓക്കെ, ഇങ്ങനെ ടെറർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കൺട്രി ആവശ്യപ്പെടുകയാണെങ്കിൽ അങ്ങോട്ട് അങ്ങനെ തന്നെ അയക്കണം. അതിനകത്ത് വേറെ കൺസിഡറേഷൻ, അതായത് പൊളിറ്റിക്കൽ കൺസിഡറേഷൻ, റിലീജിയസ് കൺസിഡറേഷൻ, അതൊന്നും കയറി വരരുത്. ടെററിനെ ടെററായിട്ട് തന്നെ കാണണം എന്നുള്ള ഒരു സന്ദേശം കൂടി എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നമുക്ക് കാണാം. ശ്രീ ബൈജു തൃത്താല, അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? കാരണം